കേരളം ഞെട്ടുന്ന അഴിമതി അല്ലെ, കേരളം ഞെട്ടുന്ന അഴിമതി, കോടികളുടെ അഴിമതി നടത്തിയതാരാണ്? ഈ തന്തന്റെ മോള്. ഏത് തന്തന്റെ? അതായത് കേരളം 10 വർഷം ഭരിച്ചു മുടിച്ച കാരണഭൂതത്തിന്റെ മോളാണ് ഈ പറയുന്ന അഴിമതി നടത്തിയത്. ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സംഘം വരുന്നത്. ആ കേന്ദ്ര സംഘത്തെ പാർട്ടി അണികളെ കൊണ്ട്, പാർട്ടിയുടെ അണികളല്ല, പാർട്ടിയുടെ അടിമകൾ, അതിലൊരു വലിയൊരു വിഭാഗമാണ് ഇവിടുത്തെ ക്രിമിനലുകളാണ്, ഗുണ്ടകളെയും ക്രിമിനലുകളെയും വിളിച്ചു വരുത്തിയിട്ട് ഇവർ ആക്രമിക്കുകയാണ്. അന്വേഷണ സംഘത്തെ എവിടെയെങ്കിലും കേട്ടിക്കണോ? നിങ്ങൾ എവിടെയും കേട്ടിക്കുന്നോ? അന്വേഷണ സംഘത്തെ ആക്രമിക്കുകയാണ്, ED ആക്രമിച്ചു. ഇതിന്റെ മുന്നേ സംഭവം ഉണ്ടായത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ ഉണ്ടാകിയതിന്റെ ഏറ്റവും വലിയ അനന്തരഫലം അവിടെ സംഭവിച്ചു. അവിടെ ഇപ്പൊ BJP ആണ് ഭരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇവിടെയും കേരളത്തിൽ അതാ സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിൽ അതാ സംഭവിക്കാൻ വേണ്ടി പോകുന്നതാണ്. അന്തകമ്മികൾ മനസ്സിലാക്കണം കേട്ടോ. 2016 BJPക്ക് 3 സീറ്റായിരുന്നു പശ്ചിമ ബംഗാളിൽ കിട്ടിയത്. എത്ര? 3 സീറ്റ് 2016. ഇപ്പൊ അവിടെ ആരാ ഭരിക്കുന്ന അറിയോ? അന്തകമ്മികളെ, ഇപ്പൊ ബംഗാൾ ആരാ ഭരിക്കുന്നത്? BJP ആണ് ഭരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഇപ്രാവശ്യം BJPക്ക് എത്ര സീറ്റ് കിട്ടി? 3 അല്ലെ? അന്ന് 2016 പശ്ചിമ ബംഗാളിൽ കിട്ടിയ പോലെ ഇപ്പൊ 3 സീറ്റ് ഇവിടെ ഉണ്ട് BJPക്ക്. എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2031 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കാൻ പോകുന്നത് BJP ആയിരിക്കടോ. ആർക്കാ സംശയം? അന്നത്തേക്ക് CPM ഉണ്ടാവില്ല. 2031 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഇവിടെ മത്സരിക്കുന്നത് BJPയും UDFും ആയിരിക്കും. CPM എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടാവരുടെ എങ്ങനെ ഉണ്ടാവാനാണ്? ഈ തന്തപ്പടി ഇനി മോളിയും എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ തലയിൽ കൊണ്ടിട്ട് നടക്കാൻ പറ്റും അല്ലേ? ഈ തൂറിയോനെ പേറിയാല് ഈ പേറിയോ നാറുന്നാ പറയുന്നത്, അങ്ങനെ പറയാ. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഈ അന്തകമ്മികൾക്ക് മുഴുവൻ ഇപ്പതാ 300 ആൾക്കാർ കേസെടുത്തിട്ടാണ് അനുഭവിക്കാൻ പോവാണ്. എന്തൊരു ആവേശമായിരുന്നു അല്ലെ? EDന്റെ കാറ് ഇടിക്കട്ട കൊണ്ട്, എന്താ പറയാ, ഈ കട്ട കൊണ്ട് കാറിന്റെ ചില്ല് തകർക്കുക, അതിനുള്ളിൽ കൂടെ കൈയിട്ടിട്ട് അതിലുള്ള വനിതാ ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കുക, മറ്റേ കരിങ്കൽ കഷ്ണം കൊണ്ട് കാറിന്റെ സൈഡ് വിൻഡോസ് ഒക്കെ തകർക്കുക. ആ ഭാവം ഒരു ടാക്സി ഡ്രൈവറുടെ കണ്ണുപോയി. ഇവന്റെയൊക്കെ വിചാരം പിണറായി കേന്ദ്ര സേനയാണ് ആക്രമിച്ചത്. വിവരറിയാൻ പോവുകയാണ്. 300 പേര് ജീവിതകാലം മുഴുവൻ ഇവര് കേസും കൊണ്ടാൻ വേണ്ടി നടക്കും. ഈ 300 ആൾക്കാർ. ഒരു രക്ഷക്ക് ഒരു പിണറായി ഉണ്ടാവില്ല, ഒരു അപ്പം ഗോവിന്ദൻ ഉണ്ടാവില്ല, ഒരു MA ബേബി ഉണ്ടാവില്ല. മനസ്സിലാക്കിക്കോ സഖാക്കളെ കേട്ടോ. പിണറായി വിജയന്റെ അപ്പി ഇങ്ങനെ തിന്ന് ആകെ എന്താ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കുറെ ക്രിമിനലുകളല്ലേ. എന്തായിരുന്നു ED ആക്രമിക്കുക. ഇപ്പതാ ഏറ്റവും പുതിയ വാർത്ത എന്താണെന്നറിയോ? ഗവർണർ കേന്ദ്രം ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണോ ക്രമസമാധാനം ചോദിച്ചത്? രമേശ് ചെന്നിത്തല ആകെ പെട്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലട്ടോ. ഈ പോലീസ് കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന്റെ ആക്ടുകൾക്കനുസരിച്ച് തുള്ളിയ പോലീസുകാരാണ്. പോലീസിലെ അഴിച്ചുപണിയൊന്നും രമേശ് ചെന്നിത്തല നടത്തിയിട്ടില്ല കേട്ടോ. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ചെയ്യേണ്ടിയിരുന്നത് ഈ പോലീസുകാരെ, ഇപ്പൊ SFIയുടെ സമരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പേ ഈ പാരിയത്തുകാവില് അധികാരമേറ്റതിന്റെ പിറ്റേ ദിവസം തന്നെ പാരിയത്തുകാവില് പിണറായി വിജയന്റെ പോലീസുകാര്, അങ്ങനെ തന്നെ പറയണം, പിണറായി വിജയന്റെ പോലീസുകാര് രമേശ് ചെന്നിത്തലയുടെ പോലീസുകാർ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ആ രീതിയിലുള്ള ഒരു പോലീസ് സംവിധാനത്തെ അഴിച്ചു പണിതിട്ടില്ല. അതിനു മുമ്പേ ഇവര് പോയിട്ട് അവിടെ ലാത്തിചാർജ് നടത്തി, അവിടെ അതിക്രമം നടത്തി. ദുഷ്പേര് രമേശ് ചെന്നിത്തലക്ക്. ഈ രമേശ് ചെന്നിത്തല ഇതുവരെ പഠിച്ചിട്ടില്ലേ? കേട്ടോ, രമേശ് ചെന്നിത്തല അടിയന്തരമായി ചെയ്യേണ്ടത് ഈ പോലീസുകാരെ നിലക്ക് നിർത്തണം. ഈ പോലീസുകാരെ കൊണ്ട് അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കണം. ഇന്നലെ എന്ത് നാണം കെട്ട കാഴ്ചയായിരുന്നു കണ്ടത്. ആ പാളയത്തെ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഗുണ്ടകൾ ക്രിമിനലുകൾ ഓടിക്കേറുകയാണ്. എന്നിട്ട് അവിടെ ജോൺ ബ്രിട്ടാസ്, ഈ പറയുന്ന നേതാക്കന്മാര്, വി ജോയ് അവിടുത്തെ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ഇവരൊക്കെ പറയാണ് എന്താ പറയാ, ഇങ്ങോട്ടേക്ക് കയറരുത്. അപ്പൊ പോലീസുകാർ അയ്യോ ഞങ്ങൾ കയറുന്നില്ലേ, അതിന്റെ ഉള്ളില് ഈ പറയുന്ന കുറ്റവാളികളൊക്കെ ഉണ്ടല്ലോ, അവരെ ഒന്ന് ഞങ്ങൾക്ക് തരുമോ? അപ്പം ബ്രിട്ടാസ് പറയാണ് അവന് തരുന്നില്ല, ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരും, ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല, ഇറങ്ങിയപ്പോൾ ബ്രിട്ടാസും ജോയും തന്നെ അന്തംഗമികളും പോലീസിന് വരട്ടുകയാണ്. ഏട്ടോ, രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം തന്നത് ഇവിടെ ഭരിച്ചു കാണിക്കാൻ VD സതീശന്റെ ഒക്കെ നാണക്കേട്. എടോ, നിങ്ങൾക്ക് 102 സീറ്റ് തന്നത് ഈ പറയുന്ന തോന്നിയാസങ്ങൾ നിർത്താൻ വേണ്ടിയിട്ടാണ്. ഈ അന്തംഗമികൾ ഇപ്പോഴും അഴിഞ്ഞാടുകയാണ്. ഇന്നലെ കേരളം മുഴുവൻ നാണം കെട്ടു.
അതായത് ഈ ക്രിമിനലുകൾ, ഈ കേന്ദ്ര സംഘത്തെ ആക്രമിച്ച ക്രിമിനലുകൾ ഓടിപ്പോയത് പാളയത്തെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ. എന്നിട്ട് അതിന്റെ മുമ്പിൽ നേതാക്കളെ ശിവൻകുട്ടി, ബ്രിട്ടാസ്, ജോയി, അങ്ങനെ കുറെ എണ്ണം തെരഞ്ഞെടുത്തിട്ട് പോലീസുകാരോട് പറയാണ് ഇങ്ങോട്ട് കയറണ്ട, ഇവിടെ ഈ കൊലയാളികളും ക്രിമിനലുകളും ഒക്കെ ഞങ്ങളെ ആൾക്കാരാണ്, ഇങ്ങോട്ടേക്ക് കയറണ്ട, നിങ്ങൾ അവിടെ നിന്നാ മതി. പോലീസുകാരെ ഇറച്ചി കയറണ്ടേ. ശിവൻകുട്ടിയെയും ബ്രിട്ടാസിനെയും ഈ പറഞ്ഞ മണൂടാഞ്ചന്മാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ആ ക്രിമിനലുകളുമായി ഇറങ്ങി വരണ്ടടോ. എങ്കിൽ ചെന്നിത്തലയുടെ പോലീസ് അല്ലെങ്കിൽ ചെന്നിത്തലയുടെ ആഭ്യന്തരം എന്ന് പറയുന്നത് ജനങ്ങൾ കയ്യടിക്കായിരുന്നില്ലേ? ഇവ ആകെ തലതാഴ്ത്തി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും നാണം കെട്ട കാഴ്ച ഉത്തരം പറയണം. രമേശ് ചെന്നിത്തല ഉത്തരം പറയേണ്ടി വരും. ഇപ്പതാ അഴിച്ചുപണിക്കുള്ള ഈ ശ്രമങ്ങളൊക്കെ തുടങ്ങിയതായിട്ട് ഇതൊക്കെ ആദ്യം ചെയ്യേണ്ടതല്ലേ? അപ്പൊ ഏതായാലും ഈ 300 ഇപ്പൊ അറസ്റ്റിലായ, ഇനി 300 ആൾക്കെതിരെ കേസാണ്. ഇപ്പൊ അറസ്റ്റിലായത് 10-12 ആൾക്കാർ. ഇന്നലെ തന്നെ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നതാ ഒരു 5 പേരെ കൂടി അറസ്റ്റ് ചെയ്തു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ ആൾക്കാരൊക്കെ ജീവിതകാലം മുഴുവൻ ഇവര് അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തിന്? ഈ പറഞ്ഞ തന്തയെയും മോളെയും സംരക്ഷിക്കാൻ. എന്താണ് നിങ്ങൾക്കൊന്നും ഇതുവരെ തലക്ക് വെളിവ് വന്നിട്ടില്ലേ? അറിയാഞ്ഞിട്ട് ചോദിക്കാണ്. തെണ്ടിത്തരം കളിച്ചതിന്, അഴിമതി നടത്തിയതിന്, കോടികൾ വെട്ടിച്ചതിന്, കോടികൾ കട്ടതിന് ഈ തമ്പുരാന്റെ മോള് ഇവളെയൊക്കെ എന്നോ ജയിലിന്റെ അകത്ത് ഇടേണ്ടതല്ലേ? അതിന് പകരം അന്വേഷിക്കാൻ വന്ന കേന്ദ്ര സംഘത്തെ ഓടിക്കുക. നിങ്ങൾക്ക് കുടുംബമില്ലടോ. അല്ലാതെ നിങ്ങൾ ഈ തന്തനി മോളിന് സംരക്ഷിക്കുക, എത്ര കാലങ്ങൾ സംരക്ഷിക്കുക? ഇവർ ചെയ്ത തെണ്ടിത്തരത്തിനൊക്കെ നിങ്ങൾ പോയി കണ്ടിങ്ങനെ സംരക്ഷിക്കുക, വല്ല കാര്യമുണ്ടോ? ദേശാഭിമാനി ഇങ്ങനെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചാണ്ട് ഉളുപ്പന്മാരില്ലാതെ പാർട്ടി സെക്രട്ടറിയും കാറിന് പോകുന്നു ഇങ്ങനെ വിളിക്കുന്നു. ഇത് കേട്ടായിരിക്കും ഇവരെന്തോ വലിയ എന്തോ ഒരു വിജയാണെന്ന്. തന്തന്റെ മോളിയും തോന്നിയാസം കാണിച്ചിട്ട് അത് അന്വേഷിക്കാൻ ED വന്നപ്പോ ഇവരിങ്ങനെ മക്കളെ സമ്മതിച്ചിട്ടോ ഉമ്മാരികളെ തൊലിക്കട്ടി ഉളുപ്പില്ലായ്മ. ഇതിന്റെ ഉള്ളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ തൽക്കാലം എത്ര മാത്രം. ഏതായാലും പിണറായി വിജയ റിയാസ് എന്താ പറയുന്നത് അറിയോ? റിയാസ് പറയുന്നത് ഈ സംഘപരിവാറിന്റെ മുന്നിൽ കുമ്പിടില്ല എന്ന് പറയുന്നത്. എടോ കുറെ കുമ്പിട്ട് പരിചയമില്ലടോ നിനക്ക്, അല്ലെ? കോഴിക്കോട്ടുകാർക്കൊക്കെ അറിയാം റിയാസെ, നിന്റെ പൂർവ്വകാല ചരിത്രട്ടോ അധികം ചെരക്കണ്ടോ മോനെ. കുമ്പിട്ടിട്ട് ഞങ്ങൾ കുമ്പിടില്ലാന്ന്, RSSകാരുടെ മുമ്പിൽ ഞങ്ങൾ കുമ്പിടില്ലാന്ന്. എടോ ഇവിടെ ഏറ്റവും കൂടുതൽ കുമ്പിട്ടത് നീയാടോ? ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയടോ ഞങ്ങൾ കുമ്പിടില്ല. അവസാന ശ്വാസം അങ്ങനെ പറഞ്ഞത്. അവസാന ശ്വാസം വരെ ഞങ്ങൾ നേരിടും. നേരിടാൻ എടോ തന്റെ ഭാര്യ, തന്റെ രണ്ടാം ഭാര്യ നടത്തിയ ഈ പറയുന്ന അഴിമതി അതന്വേഷിക്കാനാണോ വന്നത്? കേട്ടോ, അതിനെ പറ്റിയിട്ടൊന്നും മിണ്ടില്ല. ഇത് ഞങ്ങൾ ഈ സംഘപരിവാർ അല്ലടോ. ഇത് അന്വേഷിക്കാൻ വന്നതേ സംഘപരിവാറല്ല, മോദി പറഞ്ഞയച്ചതല്ല, VD സതീശൻ പറഞ്ഞയച്ചതല്ല. ഇവരൊക്കെ പറയുന്നത് മോദിയും സതീശനും തമ്മിൽ ഇന്നലെ ഒരു ചർച്ച നടത്തി. അപ്പൊ ഇന്ന് തന്നെ കേന്ദ്ര സേനയെയും കേന്ദ്ര അന്വേഷണ സംഘത്തെയും വിട്ടുവെന്ന് ഹൈക്കോടതി പറഞ്ഞൊന്നും ഇവർ കേട്ടിട്ടില്ല. ഹൈക്കോടതിയാണ് പറഞ്ഞത് EDയോട് പോയി പിടിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇതുവരെ CMRLന്റെ ആ ഒരു സ്റ്റേ ഉണ്ടായിരുന്നു, നീക്കി കൊടുത്തു. നിങ്ങൾ പോയി അന്വേഷിക്കുന്നു പറഞ്ഞു ഹൈക്കോടതി. അതനുസരിച്ചാണ് കേന്ദ്ര അന്വേഷണ സംഘം എത്തിയത്. എന്നിട്ട് ഇപ്പം പറയാനുള്ളൂ കുമ്പിടി താരാണോ കുമ്പിടി? അല്ലേ? നാണം കെട്ട എന്താ പറയാ, ഇതിനൊക്കെ വിജയം പറയാം. ബേപ്പൂരിൽ 28,000 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചവൻ ഇപ്രാവശ്യം 7,000 വോട്ടിന് എന്തോ നിർഭാഗ്യത്തിന് ജയിച്ചു കയറിപ്പോയി. ഇതിനൊന്നും ജയം എന്നല്ല പറയാ. അമ്മായിയച്ഛന്റെ ധർമ്മടത്തെ തോൽവി പോലെ അല്ലേ? അത് ജയമല്ല. 55,000 വോട്ട് നേടിയവൻ ആകെ 19,000 വോട്ട് നേടുന്നു ഇത്തവണ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പറയാൻ വേണ്ടടോ. അമ്മായിയച്ഛനെ എന്താ പറയാ പുറങ്കാല് കൊണ്ട് അടിച്ചു തെറിപ്പിക്കുകയാണ് സഖാക്കൾ. ഇവിടെ മരുമോനെ ബേപ്പൂരില് അതേപോലെ പുറങ്കാൽ കൊണ്ട് അടിച്ചു തെറിപ്പിക്കുകയാണ്. പോടോ, ഈ മണ്ഡലത്തെ ആകെ കുട്ടിച്ചോറാക്കിയില്ലടോ താൻ എന്ന് പറയുകയാണ്. അപ്പോഴാണ് സ്വന്തം ഭാര്യ ചെയ്ത നെറികേട് അതിന് ED അന്വേഷിക്കാൻ വരുമ്പോ മുപ്പിന് പറയാണല്ലോ ഞങ്ങൾ കുമ്പിടില്ല, ഈ സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല എന്ന്. സംഘപരിവാറാണ് അയച്ചത് എന്നുള്ള രീതിയിൽ
കേട്ടോ, ഇതൊക്കെ ഈ പൊട്ടന്മാരെ നിങ്ങൾക്ക് വിശ്വസിപ്പിക്കാൻ പറ്റും? നിങ്ങളുടെ ഈ പറയുന്ന പിണറായിന്റെ അപ്പിൽ നിന്ന നിന്റെയൊക്കെ ആസനം കഴുകുന്ന ഈ പറയുന്ന പ്രാദേശിക ചറ്റ നേതാക്കളുണ്ടല്ലോ, അവരെയൊക്കെ നിങ്ങൾക്ക് വിശ്വസിപ്പിക്കാം. ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഉളുപ്പില്ലാത്ത മാര്യോനും അതിനെക്കാട്ടും ഉളുപ്പില്ലാത്ത തന്തപ്പടി. നടക്കട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ CBI വരും. എടാ, ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു, ഇതൊന്നും നിൽക്കില്ല, അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. BJP ഇത്രയും കാലം കഴിഞ്ഞ 10 വർഷം BJP നിങ്ങളെ സംരക്ഷിച്ചു അല്ലേ? BJPക്കാർ വിചാരിച്ചു നിങ്ങളെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ്സുകാർ വരില്ലാന്ന്. എടാ, സീ മാറി കളി മാറി. കാരണഭൂതവും മരുവനും മോളും കട്ടപ്പുകയാണ് നിങ്ങളുടെ. കേട്ടോ, കട്ടപ്പുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? ഇത് കണ്ടില്ലേ, അന്തംകമ്മികളുടെ പത്രം. കാരണഭൂതം എങ്ങനെ മുദ്രാവാക്യം വിളിക്കുകയാണ്. തൊട്ടടുത്ത് അപ്പം ഗോവിന്ദൻ, ഇങ്ങേപ്പുറത്ത് കള്ളൻ കടകംപള്ളി. ശബരിമലയിൽ നിന്ന് സ്വർണം കട്ട ടീമാണ് കടകംപള്ളി, അപ്പം ഗോവിന്ദൻ. പിന്നെ കുറെ എന്താ പറയാ, വാഴ്ത്തുപാട്ട് സംഘങ്ങൾ. ഇയാള് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇത് ദേശാഭിമാനി ഇങ്ങനെ ഒരു പാഠം കൊടുക്കേണ്ടത് ശരിക്കേ എങ്ങനെയോ ഒരു കഷ്ടകാലത്തിന് 3-ാം തവണയും കേരളത്തിൽ എങ്ങാനും അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ കൊടുക്കേണ്ട ഒരു ഫോട്ടോ ആണ് അല്ലേ? അല്ല, മുദ്രാവാക്യം വിളിച്ചിട്ട് ഞങ്ങൾ 3-ാം തവണയും കാരണഭൂതം വന്നു. അമ്മ അതിന് പടം ഈ ദേശാഭിമാനി എന്നുള്ള തലക്കെട്ടൊക്കെ പടത്തിന്റെ ഉള്ളിലാണ്. ഉളുപ്പില്ലാത്തൊരു പത്രം എന്ന് പറഞ്ഞാലേ, അഴിമതി കാട്ടിയ മോള്, കള്ളപ്പണ ഇടപാട് നടത്തിയ മോള്. അതായത് തന്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അഴിമതി കാണിക്കാൻ വേണ്ടിയിട്ട് മാസാമാസം 8 ലക്ഷം റുപ്യ അക്കൗണ്ടിലേക്ക് വാങ്ങിയ മോള് 2.25 കോടി റുപ്യ അമുക്കി. 2.25 കോടി ലക്ഷം കേട്ടോ, 2.25 കോടി റുപ്യ കരിമണൽ കർത്താവിന്റെ കമ്പനിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ മോള്. അവസാനം പിടിക്കാൻ ഇ ഡി വന്നപ്പോ ഇയാളെ മുദ്രാവാക്യം വിളിക്കാം. ഇത്ര ലോകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഒരു തന്തപ്പിടി മോളെ കള്ളത്തരം കാണിച്ച, അഴിമതി കാണിച്ച മോളെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ സംവിധാനം കേട്ടോ, കേന്ദ്ര സംഘം, കേന്ദ്രത്തിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരികയാണ് മോളുടെ കള്ളപ്പണത്തിന്റെ രേഖകൾ പിടിക്കാൻ. രേഖകളല്ല, യഥാർത്ഥത്തിൽ ഈ കള്ളപ്പണം എങ്ങനെയൊക്കെയാണ് വിനിയോഗിച്ചത്. പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ഇ ഡി ഇവര് പറയുന്നുണ്ടല്ലോ, ഈ അന്തംകമ്മികൾ പറയുന്നുണ്ടല്ലോ, അതായത് ഒന്നും കിട്ടിയില്ല, ഒരു രേഖയും കിട്ടിയില്ല, പിന്നെ എന്തിനാണെന്ന് പറയുന്നുണ്ടല്ലോ. എടോ, രേഖയൊക്കെ ഇ ഡിന്റെ അടുത്തുണ്ട്. ഈ അന്തംകമ്മികൾക്ക് ആകെ ദേശാഭിമാനിയും കൈരളിയും മാത്രം നോക്കുന്ന ഈറ്റിങ്ങൾക്ക് ഈ കാര്യം എന്താണെന്ന് അറിയില്ല എല്ലാത്തിനും. എടോ, ഈ കേസ് തുടങ്ങുന്നത് ഇ ഡി അല്ല, ഈ കേസ് എടുക്കുന്നത്. അതെന്നെ മനസ്സിലാക്ക്. അതായത് കരിമണൽ കർത്തായുടെ കമ്പനി കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ കമ്പനി നടത്തിയ സാമ്പത്തിക അട്ടിമറികള്. അതായത് കരിമണൽ കർത്തായുടെ കമ്പനി ഇവിടെ CPM ഭരിക്കുമ്പോ ഈ കമ്പനി നടത്തണമെങ്കിൽ രാഷ്ട്രീയക്കാർക്കൊക്കെ പൈസ കൊടുക്കണം, കാരണഭൂതത്തിന് പൈസ കൊടുക്കണം. അക്കൂട്ടത്തിൽ കാരണഭൂതത്തിന്റെ മോളും കുറെ അടിച്ചു മാറ്റി. അവസാനം ഇൻകം ടാക്സുകാർ വന്ന് നോക്കിയപ്പോ ഇതൊക്കെ കണക്കിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് കരിമണൽ കർത്ത ട്രാൻസ്പോർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാണ്ട് 92 കോടി ഒക്കെ വകയിരുത്തിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോ കരിമണൽ കർത്ത പറഞ്ഞു, കമ്പനി നടത്തിക്കൊണ്ടാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മക്കൾക്കൊക്കെ പൈസ കൊടുക്കണം. കാരണഭൂതത്തിന് കുറെ കൊടുത്ത്, വേറെ കുറെ RC OC എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാർക്കൊക്കെ പൈസ കൊടുക്കുന്നത്, PK അങ്ങനെ കുറെ ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നത് PV ക്കാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്. അക്കൂട്ടത്തിൽ PV-ന്റെ മോൾ ഒച്ചപ്പാട് ബേൾ ഉണ്ടാക്കിയപ്പോ ആ പെൺകുട്ടിക്കും ഞങ്ങൾ മാസം 8 ലക്ഷം രൂപ വീതം കൊടുത്തു. അങ്ങനെ ഏതാണ്ട് 1.25 കോടി രൂപ ആ പെൺകുട്ടി കൊടുക്കുന്നത് എന്റെ ഭാര്യന്റെ അക്കൗണ്ടിൽ നിന്ന് വേറെ 1 കോടി കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം പാടെ 2.25 കോടി റുപ്യ വീണക്ക് കൊടുത്തിരിക്കുന്നതെന്ന് ആര് പറഞ്ഞു? ഈ കരിമണൽ കർത്തയാണ് പറഞ്ഞത്. പറയ മാത്രമല്ല, ഇതൊക്കെ ഈ പരിശോധന നടത്തിയ ഇൻകം ടാക്സുകാർ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ട് അവസാനത്തിന്റെ ഒരു സെറ്റിൽമെന്റ്. അങ്ങനെയാണ് ഇതിന്റെ ഒരു പതിവ്. ഇതിനുള്ള ഇത്തരത്തിലുള്ള കള്ളക്കണക്കൊക്കെ കാണിച്ചു കഴിഞ്ഞ് ഒരു എക്സ്ട്രാ പിഴയൊക്കെ ഒടുക്കിയിട്ട് അവസാനം ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അവരുടെ വിധിന്യായത്തിൽ എഴുതി വെച്ചു, വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മോള് 1.25 കോടി രൂപ, അത്രേ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ 1.25 കോടി എന്നാണ് കേട്ടോ, 1.72 കോടി രൂപ വീണ വിജയന്
ഒരു സേവനവും കൊടുക്കാതെ, അതാണ് ഒരു സേവനവും കൊടുക്കാതെ കരിമണൽ കർത്തായുടെ കമ്പനി CMRL ഈ വീണ വിജയന്റെ എക്സോലോജിക് എന്ന് പറയുന്ന കമ്പനിക്കും, കറക്ക് കമ്പനി, ബട്ട കമ്പനി, ഷെൽ കമ്പനി, ആ കമ്പനിക്കും വീണ വിജയനും മാസം തോറും 8 ലക്ഷം വീതം കൊടുത്തുകൊണ്ടിരുന്നു. എന്തിനു കൊടുത്തു? കാരണം ഈ കരിമണൽ കർത്താക്ക് കമ്പനി നടത്തണമെങ്കിൽ ആരുടെ അനുവാദം വേണം, അല്ലെങ്കിൽ ആരുടെ അനുഗ്രഹം വേണം? കാരണഭൂതത്തിന്റെ. അപ്പൊ കാരണഭൂതത്തിന് പൈസ കൊടുത്താലും പോരാ. കാരണഭൂതം പറയുന്നത് ചാക്ക് കെട്ടിൽ എന്റെ അടുത്ത് പൈസ തന്നാലോ ഒന്നും മതിയാവില്ല കേട്ടോ, മോക്കും കൊടുക്കണം. മോക്കും കൊടുക്കണോ കർത്താ, മോക്ക് കൊടുക്കണോ എന്നാണ് പറഞ്ഞത്. കാരണഭൂതം പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് മോക്ക് മാസം മാസം 8 ലക്ഷം വീതം കൊടുത്തേക്കാം. അതിന് പകരം ഇപ്പൊ എന്ത് ചെയ്യാനാണ്? വീണയാണെങ്കിൽ തട്ടിമുട്ടി പാസ്സായതാണ്. എഞ്ചിനീയറിംഗ് ബിരുദമുണ്ട് എന്നൊക്കെ പറയുന്നത്. ഈ വീണക്കാണെങ്കിൽ ഒരു ചുക്കും ചുണ്ണാമ്പ് അറിയില്ല. ഈ കമ്പനി എന്ന് പറയുന്നത് പാട്ട കമ്പനിയാണ്, ഷെൽ കമ്പനിയാണ്. അവിടെ ജോലിക്കാരില്ല, ഒരു ചുക്കും ചുണ്ണാമ്പ് അവിടെ ഇല്ലാന്നേ. ഇതാകെ ഈ പറയുന്ന അഴിമതി പണം വാങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കറക്ക് കമ്പനിയാണിത്. അങ്ങനെ 1.25 കോടി രൂപ കൊടുത്തിട്ട് അവസാനം ഈ സംഭവമൊക്കെ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ വന്നു. അപ്പോഴാണ് നമ്മൾ ഷോൺ ജോർജ് പോയി കണ്ട് കമ്പനി ആക്ട് പ്രകാരം ഇതിന് കേസെടുക്കണം. അങ്ങനെയാണ് SFIO അന്വേഷണം തുടങ്ങിയത്. ആദ്യം ROC അന്വേഷണം ഉണ്ടായിരുന്നു, രജിസ്ട്രാർസ് ഓഫ് കമ്പനീസിന്റെ അന്വേഷണം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ പറയുന്ന SFIO അന്വേഷണം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ. അത് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു. അത് വരാൻ പോകുന്നു. വീണ ഉണ്ട തിന്നാൻ പോകുന്നു. അതിൽ ആർക്കും ഒരു സംശയം വേണ്ട. കാരണഭൂതത്തിനും അറിയാം. അതാണ് കാരണഭൂതത്തിനാകെ വയറിളകി നടക്കുകയാണ്. കാരണഭൂതത്തിനറിയാം ഇനി അമിത്ഷാ സഹായിക്കില്ല, ഇനി മോദി സഹായിക്കില്ല, മോദിക്ക് അമിത്ഷാക്ക് ഇനി തങ്ങളെ വേണ്ട എന്ന് കാരണഭൂതത്തിനറിയാം. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? അപ്പോഴാണ് ഈ പറയുന്ന ഷോൺ ജോർജിന്റെ അപേക്ഷ പ്രകാരം ഈ SFIOയുടെ അന്വേഷണ റിപ്പോർട്ട് അവിടെ ഉണ്ട്. അപ്പോഴാണ് ഇതിന് പിന്നാലെ ആര് വരുന്നത്? ED വരുന്നത്. ഇത് സ്വാഭാവികമാണ്. ഇവിടെ ഒരു മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്. കാരണം ഈ കോടികളൊക്കെ എങ്ങോട്ടേക്ക് പോയി? അപ്പൊ ഇപ്പം ED വന്നത് അന്തംഗമ്പികളെ നിങ്ങളോടാ പറയുന്നത്. ഇപ്പൊ ED വന്നത് എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഈ അനധികൃത സാമ്പത്തിക ഇടപാടിന്റെ രേഖ പിടിച്ചെടുക്കാനല്ല കേട്ടോ. രേഖ പിടിച്ചെടുക്കാനല്ല. ഈ രേഖയൊന്നും വീട്ടിൽ ഇവര് സൂക്ഷിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ രേഖയൊക്കെ ഈ പറയുന്ന EDയുടെ അടുത്തുണ്ട്. EDയുടെ അടുത്ത് എല്ലാ രേഖയുണ്ട് എന്ന്. ഇപ്പൊ വന്ന എന്തിനാന്ന് വെച്ചാൽ വീണ വാങ്ങിയ ഈ 2.25 കോടി ഉണ്ടല്ലോ. വീണ വാങ്ങിയ 2.25 കോടി, അതായത് 1.25 കോടി ഈ മാസം കിട്ടിയ 8 ലക്ഷം വീതം മാസം കിട്ടിയ തുകയും, പിന്നെ കരിമണൽ കർത്താന്റെ ഭാര്യനെ സോപ്പിട്ടിട്ട് ഭാര്യന്റെ വക കിട്ടിയ 1 കോടിയും. ഈ പൈസ വീണ എന്ത് ചെയ്തു? സ്വർണം വാങ്ങിയോ, ഭൂമി വാങ്ങിയോ, അല്ലെങ്കിൽ ആഭരണങ്ങൾ വാങ്ങിയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോ? എവിടേക്കാണ് സൂക്ഷിച്ചത്? കള്ളപ്പണാണല്ലോ. ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ED വന്നത്. ഇതിന്റെ രേഖകൾ കിട്ടിയതേ. ഈ രേഖകൾ കിട്ടിയതാ ഇപ്പതാ ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഈ ക്രയവിക്രയൊക്കെ മരവിപ്പിച്ചിട്ടുണ്ട്. അതിന് കൂടെ വീണയുടെ ബാങ്ക് അക്കൗണ്ടും മരവിപ്പിച്ചിട്ടുണ്ട്.